ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഡേ വ്ളോഗാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു പർച്ചേസിങ് വ്ളോഗ് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ മോർണിംഗ് ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ബാലൻസ് ആയിട്ടാണ് ഈ ഒരു വ്ളോഗ്. ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡേ വ്ളോഗ് ഷൂട്ട് ചെയ്യാന്നുള്ളതുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന്. അപ്പോൾ കുറച്ച് പോളറോയിഡിൻ്റെയും അതുപോലെ തന്നെ നെയ്സ്ലിപ്പിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്യാനും സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുക, പിന്നെ അതൊക്കെ പാക്ക് ചെയ്യുക, ഇതൊക്കെ കേട്ടോ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഫസ്റ്റ് തന്നെ പോളറോയിഡാണ് കട്ട് ചെയ്യുന്നത്. ഇത് ഞാൻ ഈ പോളറോയിഡിൻ്റെ ഒരു ഓഫർ ഇട്ടപ്പോൾ കിട്ടിയ വർക്കോളാട്ടോ. പോളറോയിഡിൻ്റെ എഡിറ്റിങ്, കട്ടിങ് ഇതൊക്കെ ഞാൻ ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ പോയി കാണാം. അപ്പോൾ അങ്ങനെ പോളറോയിഡൊക്കെ സെറ്റാക്കിയിട്ട് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ഇനി നെയ്സ്ലിപ്പാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നെയ്സ്ലിപ്പിൻ്റെ ട്യൂട്ടോറിയൽ ഇതിന് മുന്നേ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം. കാർട്ടൂൺ പിക്ചറൊക്കെ ആഡ് ആക്കിയിട്ടാണ് ഈ നെയ്സ്ലിപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നെയ്സ്ലിപ്പിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ പുറത്ത് പോയിട്ടൊക്കെ സെറ്റ് ചെയ്തു, ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് തന്നെ വിചാരിച്ച പോലെ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അവിടെ നിൽക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയും വെയിലായിരുന്നു. മാത്രമല്ല ഓവർ വെയിലായതുകൊണ്ട് തന്നെ വീഡിയോസൊന്നും നേരെ ക്ലിയറായി കിട്ടിയില്ല. ഏതായാലും സെറ്റ് ചെയ്തല്ലേ വിചാരിച്ചിട്ട് ഒരു വീഡിയോസ് എടുത്തിട്ട് പിന്നെ വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോന്നു കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീഡിയോസൊക്കെ എടുത്തത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ തന്നെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ അവിടെയുള്ളതൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഫെയർ ക്ലോത്ത് വിരിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മാറ്റും ക്യാൻഡിലും ഫ്ലവറൊക്കെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇനി കൊറിയർ ചെയ്യാനുള്ളതൊക്കെ പാക്ക് ചെയ്യാണ്. ഈ ഒരു പാക്കിംഗ് കവർ ഞാൻ തന്നെ റാപ്പിംഗ് ഷീറ്റായിട്ടും ചെയ്തെടുത്താണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാതും പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും.